സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിശദീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തൃശൂർ അതിരൂപതയുടെ അഭിവന്ദ്യ മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവെ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, തുടർന്ന് 2003 അഭിവന്ദ്യ മാർ ജേക്കബ് തൂമ്പുഴി പിതാവിന്റെ കാലത്ത് അത് കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഒരു മെഡിക്കൽ കോളേജായി മാറിയത് തൃശ്ശൂരിന്റെ അനുഭവമാണ് എന്ന് നമുക്കറിയാം. തിയോളജി ഡിപ്പാർട്ട്മെന്റുള്ള, അതുപോലെ തന്നെ ബെസ്റ്റ് ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റുള്ള നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ജൂബിലി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന, ഏറ്റവും കൂടുതൽ നഴ്സുമാർക്ക് പ്രതിഫലം നൽകുന്ന 32,718 രൂപയിൽ ആരംഭിച്ച് 65,000-ഓളം രൂപ നൽകുന്ന, ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്, സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് എന്നറിയാം. ഒരു വിഭാഗം നഴ്സുമാർ സമരം നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വലിയ പ്രതീക്ഷയും നന്ദിയുമുണ്ട്. കാരണം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ബഹുഭൂരിപക്ഷം വരുന്ന നഴ്സുമാരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനം നൽകുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചുറ്റുപാടുമുള്ള നിരവധി ആശുപത്രികളിൽ ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളം നൽകുമ്പോഴും അവിടെയൊന്നും സമരമില്ലാതെ മിഷൻ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം എന്ന് ചോദിക്കുമ്പോഴാണ് ഈ രംഗത്തെ പ്രിയപ്പെട്ടവരെ പുതിയ പ്രവണതകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. മറ്റ് കച്ചവട മേഖലകളെ പോലെ, മറ്റ് ബിസിനസ് മേഖലകളെ പോലെ ബഹുരാഷ്ട്ര കുത്തകകൾ ഈ മേഖലയും കൈയടക്കുന്നതിന് വേണ്ടി ഈ തൃശൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ ദിവസം വന്ന ഒരു കണക്കുണ്ട്, ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം അന്ന് പുറത്തുവിട്ട ഒരു കണക്കാണിത്. 2023 ഒക്ടോബർ മാസം മുതൽ 2026 മാർച്ച് മാസം വരെ 2.5 വർഷക്കാലം, ആ 2.5 വർഷക്കാലത്ത് കേരളത്തിലേക്ക് ആരോഗ്യരംഗത്ത് മാത്രം എത്തിയത് 6,462 കോടിയുടെ വിദേശ അമലയും പോലുള്ള മിഷൻ ആശുപത്രികളാണ് എന്ന് അത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ ചികിത്സാ രംഗത്ത് വലിയ ഒരു വർധനവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയാത്തത് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ജൂബിലിയെയും അതുപോലെ തന്നെ അമലയെയും അത് മധ്യ കേരളത്തിന്റെ ആശ്വാസ കേന്ദ്രം എന്ന നില ആ അവസ്ഥ മാറ്റിമറിക്കേണ്ടത് പലരുടെയും ആവശ്യമാണ്. അത്തരം ബഹുരാഷ്ട്ര കുത്തകകൾക്ക് നിലമൊരുക്കാൻ, അത്തരം ബഹുരാഷ്ട്ര കുത്തകകൾക്ക് സാഹചര്യമൊരുക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരിമാരെ അവരറിയാതെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന ചില ശക്തികൾ ഇവിടെയുണ്ട് എന്ന് നമുക്കറിയാം. അത്തരം ആളുകളെ തിരിച്ചറിയാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ, അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെകളിൽ അത് നിങ്ങൾക്കും നമുക്കുമൊക്കെ വലിയ അപകടമായിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും അമല മിഷൻ മെഡിക്കൽ കോളേജും ഈ മധ്യ കേരളത്തിന്റെ ചികിത്സാ ചെലവുകളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, ഏതെങ്കിലും ഒരു സഭയുടേതല്ല, മറിച്ച് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കിട്ടിയ നന്മയാണത്. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം, ഈ നഴ്സുമാരുടെ പ്രക്ഷോഭത്തെ കുറിച്ച് നാം വിശദീകരിക്കുമ്പോൾ അത് ഏതെങ്കിലും സഭയുടെ ആവശ്യമല്ല, ഒരു സമുദായത്തിന്റെ ആവശ്യമല്ല, അത് അതിരൂപത അധ്യക്ഷന്റേതുമല്ല, പിന്നെയോ അത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം, ആ വിവേചന ശക്തി പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിനെതിരെയുള്ള പ്രതിരോധത്തെ, സഭയുടെ ധാർമ്മിക ശക്തിയെ തകർക്കാനും കഴിയുമെന്ന് സ്വപ്നം കാണുന്നവരോട് ഒരു വാക്ക്: നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിരിക്കും എന്ന് നിങ്ങൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. സഭയുടെ ചരിത്രം കൂടെ നിങ്ങൾ പഠിക്കണം. 40കളിൽ തിരുവിതാംകൂറിൽ സർ സിപിക്കെതിരെ, വിദ്യാഭ്യാസ ദേശസൽക്കരണത്തിന് ഒരുമ്പെട്ട സർ സിപിക്കെതിരെ പോരാടിയ ജെയിംസ് കളാശ്ശേരി പിതാവിന്റെ ചരിത്രമുള്ള സഭയാണിത്.
57കളിൽ വിദ്യാഭ്യാസ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒരു സംസ്ഥാന സർക്കാർ തന്നെ തകർന്നു വീഴാൻ കാരണമായ ഒരു സംസ്ഥാനമാണിത്. 72കളിൽ കോളേജ് സമരത്തിന്റെ പേരിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ അഭിമന്യ കുണ്ടുകുളം പിതാവ് ഈ തെരുവീതികളിലൂടെ പടനയിച്ചത് ഇന്നലെകളിലെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. 1986 ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവിനെതിരെയുള്ള വലിയ പോരാട്ടം അത് കേരളത്തിലെമ്പാടും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റായി മാറിയെങ്കിൽ അത് തൃശ്ശൂരിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് മറക്കരുത്. 2006 സ്വാശ്രയ നിയമത്തിന്റെ പേരിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ അതിനെതിരെ പടനയിച്ചതും തൃശ്ശൂരിൽ നിന്നാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളാരും മറക്കരുത്. ഞാൻ സൂചിപ്പിച്ചത് സമ്മർദ്ദ ശക്തി കൊണ്ടും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലെ അധിക്ഷേപ വർഷം കൊണ്ടും ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ, ഒരു അതിരൂപതയെ ഈ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണം. ഒരു കാര്യത്തിന് കൂടെ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരത്തെ ചിലരൊക്കെ മതവൽക്കരിക്കുന്നു. വളരെ ഗുരുതരമായ ആരോപണമാണിത്. വളരെ ഗുരുതരമായ ആരോപണമാണിത്. നമുക്കറിയാം, ഈ സമരത്തെ ഒരു തൊഴിൽ സമരമായി കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ മാസം 11-ാം തീയതി ഒരു സംഘം ആളുകൾ ഈ തൃശ്ശൂരിലെ ഭദ്രാസന കാര്യാലയത്തിലേക്ക്, അതിരൂപത കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ച് അത് ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചു. കാരണം തൃശ്ശൂർ അതിരൂപതയിലെ 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസ സമൂഹം അവർ നെഞ്ചിലേറ്റുന്ന, അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ ആത്മീയ കേന്ദ്രമാണത്. ആ ആത്മീയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്താൻ സഭ അച്ചടക്ക നടപടിയെടുത്ത 1-2 വൈദികരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു സമര കോപ്രായത്തിന് ചിലരൊക്കെ തുനിഞ്ഞാൽ അതിന്റെ പേരിൽ മുട്ടുമടക്കി ഇല്ലാതാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തെറ്റി. ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു മതസമരമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞവരാണ്. ഇത് നമുക്കറിയാം. മിനിമം വേജസ് കിട്ടുന്നില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ആ തൊഴിൽ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുന്നത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷത്തോളം വരുന്ന ഒരു ജനസമൂഹത്തിന്റെ അവിടെ ആത്മീയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുകയും അതിരൂപത അധ്യക്ഷനെ വരെ ആക്ഷേപിക്കാൻ മുതിരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിസാരമായി തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പ്രവണത ആരെങ്കിലും ഇനിയും ആവർത്തിക്കാൻ തയ്യാറായാൽ അത്തരം ശക്തികൾക്കെതിരെ ഞങ്ങൾ പ്രതിരോധത്തിന്റെ നെടുങ്കോട്ട ഉയർത്തും എന്നാണ് ഞങ്ങൾക്ക് ഒരു താക്കീതായി അത്തരക്കാരോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ